Welcome to online classes, English grammar, past perfect tense. We use past perfect tense to indicate which action took place first between two past actions. മുൻപ് സംഭവിച്ച രണ്ട് കാര്യങ്ങളിൽ ആദ്യം സംഭവിച്ച കാര്യം പറയുവാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾസ്: When I reached the station, the train had left. ഞാൻ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. I had completed my work when my uncle came. എൻ്റെ അങ്കിൾ വന്നപ്പോഴേക്കും ഞാൻ എൻ്റെ ജോലി കംപ്ലീറ്റ് ചെയ്തിരുന്നു. I had finished reading the book when my friend came. എൻ്റെ ഫ്രണ്ട് വന്നപ്പോഴേക്കും ഞാൻ ബുക്ക് വായിച്ചു കഴിഞ്ഞിരുന്നു. We went out to play after we had finished our project. ഞങ്ങളുടെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ കളിക്കുവാൻ പോയി. രാജു went out after the movie had ended. സിനിമ അവസാനിച്ചതിന് ശേഷം രാജു പുറത്തു പോയി. റാണി attended the personal interview after she had finished her written test. റിട്ടൺ ടെസ്റ്റിന് ശേഷം റാണി പേഴ്സണൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. We can also use past perfect tense to indicate actions completed in the distant past. വളരെ മുൻപ് സംഭവിച്ച കാര്യങ്ങൾ പറയുവാനും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം. എക്സാമ്പിൾസ്: I had seen him many years ago. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു. I had learned violin when I was in 4th standard. 4ാം ക്ലാസ്സിലായിരുന്നപ്പോൾ ഞാൻ വയലിൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. We use simple past tense to tell a single past activity. We use past perfect tense to tell a past activity that took place before another past activity or before a particular time in the past. മുൻപ് ചെയ്ത കാര്യം പറയുവാനാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. മുൻപ് ചെയ്തതോ കഴിഞ്ഞതോ ആയ ഒരു കാര്യത്തിന് മുൻപ് ചെയ്ത കാര്യങ്ങൾ പറയുവാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. സിമ്പിൾ പാസ്റ്റ് ടെൻസ്: രാജു പോസ്റ്റഡ് ദ ലെറ്റർ യെസ്റ്റർഡേ. രാജു ഇന്നലെ ആ ലെറ്റർ പോസ്റ്റ് ചെയ്തു. They completed the course in 2010. അവർ കോഴ്സ് 2010 കംപ്ലീറ്റ് ചെയ്തു. രാമു went to Mumbai in 2011. രാമു 2011 മുംബൈയിൽ പോയി. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്: When Raju reached the station, the train had left. രാജു സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയിരുന്നു. When Nima reached the church, the prayer had already started. നിമ ചർച്ചിലെത്തിയപ്പോൾ പ്രേയർ തുടങ്ങിയിരുന്നു. The film had already started before they reached the theatre. അവർ തിയേറ്ററിൽ എത്തുന്നതിന് മുൻപ് സിനിമ തുടങ്ങിയിരുന്നു. When we use words like after, as soon as, before, by the time, when, etc. to say that one event happened after another, we can use either past perfect or simple past for the first event. We should use simple past tense for the second event. ഒരു കാര്യത്തിന് ശേഷം മറ്റൊരു കാര്യം സംഭവിച്ചു എന്ന് പറയുവാൻ as soon as, before, by the time, when എന്നീ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ആദ്യത്തെ കാര്യം പറയുവാൻ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസോ സിമ്പിൾ പാസ്റ്റ് ടെൻസോ ഉപയോഗിക്കാം. രണ്ടാമത്തെ കാര്യം പറയുവാൻ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. By the time Ravi got to the party, most people had gone back home. രവി പാർട്ടിക്ക് എത്തിയപ്പോഴേക്കും പലരും വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. When we went to look for the box, it had disappeared. ഞങ്ങൾ ബോക്സ് നോക്കുവാൻ പോയപ്പോഴേക്കും അത് അപ്രത്യക്ഷമായിരുന്നു. However, if the second event is as a result of the first event, we can use simple past tense for the first event also. എന്നാൽ രണ്ടാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം നിമിത്തമായാണ് സംഭവിക്കുന്നത് എങ്കിൽ
ഒന്നാമത്തെ കാര്യം പറയുവാനും സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാം. When Raju opened the book, some pages fell down. രാജു ബുക്ക് തുറന്നപ്പോൾ കുറച്ച് പേജുകൾ താഴെ വീണു. When Riya picked up the bag, the handle broke. റിയ ബാഗ് എടുത്തപ്പോൾ അതിന്റെ ഹാൻഡിൽ പൊട്ടി. When the teacher came in, the students stood up. ടീച്ചർ വന്നപ്പോൾ വിദ്യാർത്ഥികൾ എഴുന്നേറ്റു. When Raju opened the door, the children ran out. രാജു വാതിൽ തുറന്നപ്പോൾ കുട്ടികൾ പുറത്തേക്ക് ഓടി. രാമു switched on the light before he entered the room. റൂമിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് രാമു ലൈറ്റ് ഓൺ ചെയ്തു. We use past perfect tense when we say what we wanted to do did not happen. ആഗ്രഹിച്ച കാര്യം ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. രാജു had wanted to visit his sister, but due to a strike he could not. രാജു സഹോദരിയെ സന്ദർശിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷേ സ്ട്രൈക്ക് കാരണം കഴിഞ്ഞില്ല. Sometimes we can use simple past tense or past perfect tense to say that one event happened after another. After Ram had finished reading, he switched off the light. Or after Ramu finished reading, he switched off the light. Both are correct. Format. We use the supporting verb had along with past participle V3 to form past perfect tense. Subject plus had plus V3. Thanks very much for watching this video. If you like this video, please like, share and subscribe to my channel. For more similar videos, please visit my YouTube channel Chandran Cheerath 5709. PDF files of these lessons are available in the folder Grammar Malayalam. Thank you.